ത്തിന്റെ ഭൗതികദേഹം ഇപ്പോഴുള്ളത് ദില്ലി എയിംസിലാണ്. അവിടേക്കൊന്ന് പോകാം. ആദിൽ പാലോട് എയിംസിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. അതിൽ 1 മണിക്കൂർ മുൻപാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത നമ്മെ തേടിയെത്തിയത്. ഇനിയുള്ള കാര്യങ്ങളിൽ തീരുമാനമായോ? ദില്ലി എയിംസിന് മുന്നിലാണ് ഞാനുള്ളത്. അകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ദില്ലി എയിംസിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. സുജിയ, ഇന്നും നാളെയും മൃതദേഹം എയിംസിൽ തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനം. നാളെ വൈകിട്ട് വസന്ത് കുഞ്ചിലെ സീതാറാം യെച്ചൂരിയുടെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. മറ്റന്നാൾ വിശദമായൊരു പൊതുദർശനം അത് CPM പാർട്ടിയുടെ ആസ്ഥാനമായ ദില്ലിയിലെ AKG ഭവനിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം മൃതദേഹം ദില്ലി എയിംസിന് തന്നെ വിട്ടുകൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ CPMൻ്റെ മുതിർന്ന നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ മരിച്ചപ്പോഴും മൃതദേഹം ആശുപത്രിക്ക് വിട്ടുകൊടുക്കാനും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുമായി നൽകാനായിരുന്നു തീരുമാനം. അതിന് സമാനമായി ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹവും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി വിട്ടു നൽകും. ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ന്യൂമോണിയയെ തുടർന്ന് എയിംസിലേക്ക് സീതാറാം യെച്ചൂരിയെ കൊണ്ടുവരുന്നത്. പിന്നീട് അത് കലശലായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ആരോഗ്യസ്ഥിതി ഗുരുതരമായി മാറുകയായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് വരെ ചെറിയ പുരോഗതി, മരുന്നുകളോട് പ്രതികരിക്കുന്നൊരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നിറയെ അണുബാധ നിറയുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകർ ഇവിടെ ദില്ലി എയിംസിൽ നിന്നുമുള്ള അറിയിപ്പായി CPM കേന്ദ്ര കമ്മിറ്റി അറിയിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇന്നും നാളെയും മൃതദേഹം ഇവിടെ തന്നെ സൂക്ഷിക്കും. നാളെ വൈകുന്നേരം ദില്ലിയിലെ വസതിയിൽ പൊതുദർശനമുണ്ടാകും. മറ്റന്നാൾ CPM ആസ്ഥാനമായ AKG ഭവനിൽ പൊതുദർശനം. ശേഷം ഈ ദില്ലി എയിംസിൽ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ അന്തിമമായി വന്നിരിക്കുന്നത്. സുജിയ, അതിൽ ശനിയാഴ്ച എപ്പോഴായിരിക്കും ദില്ലി എയിംസിന് മൃതദേഹം വിട്ടുകൊടുക്കുക? ഈ പൊതുദർശനം ഇത് സംബന്ധിച്ചുള്ളൊരു കൂടിയാലോചന നടക്കുകയാണ് മുതിർന്ന നേതാക്കൾ തമ്മിൽ. അതിനുശേഷം പാർട്ടി തന്നെ കൃത്യമായി, ഇപ്പോൾ നമ്മൾ ലഭിക്കുന്നത് ഒരു പ്രാഥമിക വിവരം മാത്രമാണ്. ഒരു അന്തിമ വിവരം പാർട്ടി തന്നെ കൃത്യമായി ഔദ്യോഗികമായി അറിയിക്കുന്നതാണ്. വിവരങ്ങൾ വരുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ